കഥ പവേർഡ് ബൈ DC മാറ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് വേദിയിൽ അടുത്തതായി ലൂസിഫറും എമ്പുരാനും പങ്കെടുക്കുന്നവർ മുരളി ഗോപി, രേഖ മേനൻ. നമസ്കാരം കോഴിക്കോട്. മുരളി, വെൽക്കം. നമ്മൾ ആദ്യമായിട്ടാണ് കാണുന്നതും നമ്മൾ ആദ്യമായിട്ടാണ് സംസാരിക്കുന്നതും. താങ്ക് യു KLF and DC Books ഫോർ ദിസ്. അപ്പോൾ ലൂസിഫറും എമ്പുരാനും മാർച്ച് 28, 2019, മാർച്ച് 27, 2025 ഈ കാലയളവിൽ നടന്ന സംഭവങ്ങളും നടക്കാൻ പോകുന്നതും എന്തൊക്കെയാണ്? 2019 എമ്പുരാൻ ലൂസിഫർ റിലീസ് ചെയ്യുന്നത്. സോ അതിനുശേഷം സ്പാനിഷ് ഫ്ലൂവിന് ശേഷം ഉണ്ടായ ഒരു വലിയ മഹാമാരി കടന്നുപോയി. നമ്മുടെ സെൻസ് ഓഫ് ഡ്രാമ, നമ്മുടെ സെൻസ് ഓഫ് കണ്ടിന്യൂം എല്ലാത്തിനെയും മാറ്റിമറിച്ച് ഒരുപാട് പുതിയ നാടകീയ തലങ്ങൾ ഉണ്ടാക്കി കടന്നുപോയ വർഷങ്ങളാണ്. അപ്പോൾ ഒരു ലൈഫ് ചേഞ്ചിങ് പാൻഡമിക്കിന് ശേഷം വരുമ്പോൾ എല്ലാ സെൻസിബിലിറ്റിയും അതനുസരിച്ച് മാറും. സ്പാനിഷ് ഫ്ലൂ 20th സെഞ്ചുറിയുടെ ആദ്യ ഭാഗത്ത് വന്നപ്പോൾ ഇതുപോലൊരു എസ്തെറ്റിക് പാരഡൈം ഷിഫ്റ്റ് ഉണ്ടായതായിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സ്റ്റാൻഡിങ് ആഫ്റ്റർ ദ ഫസ്റ്റ് പാർട്ട് ആൻഡ് നൗ ഓൺ ദ ഡോർ സ്റ്റെപ്പ് ഓഫ് ദ സെക്കൻഡ് പാർട്ട്, മച്ച് ഹാസ് ചേഞ്ച്ഡ്. ലൂസിഫർ എന്നുള്ള സിനിമയിൽ ഒരു പൊളിറ്റിക്കൽ ഡ്രാമയുണ്ട്, അതിൽ ഗൂഢാലോചനയുണ്ട്, ഒരു മാസ് എലിമെൻ്റ് ഉണ്ട്, ഒരു ഇമോഷണൽ ഡ്രാമയുണ്ട്. ഈ തലകൾക്കൂടി സിനിമ കൊണ്ടുപോകുമ്പോൾ മുരളി ഗോപിയുടെ റൈറ്റിംഗ് അത് ആഴമേറിയ പ്രമേയങ്ങൾ കൂടിയുള്ള ഡീപ്പ് തീംസ് ഉണ്ടല്ലോ റൈറ്റിങ്ങിൽ, അതെങ്ങനെയാണ് കൊണ്ടുവന്നതും റിഫ്ലക്റ്റ് ചെയ്യാൻ ശ്രമിച്ചതും? നമുക്ക് എന്തെങ്കിലും കൊണ്ടുവരാൻ വേണ്ടി കൊണ്ടുവരാൻ ഒന്നിനും പറ്റില്ല. അത് എഴുത്തിൽ പ്രത്യേകിച്ചും പറ്റില്ല. നമ്മുടെ മനസ്സിൽ ഫോം ചെയ്യുന്ന ഒരു ത്രെഡ് അല്ലെങ്കിൽ ഒരു ഡ്രോപ്പ് ഓഫ് എൻ ഐഡിയ, യു ലെറ്റ് ഇറ്റ് ഗ്രോ ഇൻസൈഡ് യു. അതൊരു വിളയിക്കൽ പോലൊരു പ്രോസസ്സാണ്. അപ്പം നമ്മൾ അതുവരെ കണ്ടതും നമ്മുടെ ഒബ്സർവേഷനിൽ നമുക്ക് മനസ്സിലാവുന്നതുമായിട്ടുള്ള കാര്യങ്ങൾ നാച്ചുറലായിട്ട് അതിൻ്റെ പാർട്ടായിട്ട് ഇവോൾവ് ചെയ്യുന്നല്ലാതെ ഞാൻ ഇന്ന ലെയർ ഇതിൽ കൊണ്ടുവരാം അല്ലെങ്കിൽ ഇന്നൊരു ഐഡിയ ഇതിൽ താഴ്ത്തി വയ്ക്കാം, ഇതൊരു സാൻഡ്വിച്ച് ഓഫ് ഐഡിയാസ് ആക്കാം എന്നൊക്കെയുള്ള ഐഡിയയിൽ ഒരു പ്രീകൺസീവ്ഡ് ആയിട്ട് നമുക്കൊരു ഒരു പീസ് ഓഫ് റൈറ്റിങ്ങിന്, അതൊരു സ്ക്രീൻ പ്ലേ ആയാലും ശരി, ഒരു ചെറുകഥയായാലും ശരി, നോവലായാലും ശരി, അങ്ങനെ പൂർവ്വകൽപ്പിതമായ ഒരു ഡിസൈനിൽ നമുക്കത് ചെയ്യാൻ പറ്റില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ കോൺഷ്യസ് ആയിട്ട് ഞാനങ്ങനൊന്നും ആലോചിച്ചിട്ടില്ല. ആ കോൺഷ്യസ് ഡിസിഷനിൽ ആക്ടർ മൈൻഡിലുണ്ടാവാറുണ്ട് എഴുതുമ്പോൾ? നാച്ചുറലി ഐ ഹാവ് സെഡ് ദിസ് വൺസ്. അതായത് ഒരു റൈറ്റർ എന്ന് പറയുന്നത് ഒരു ആക്ടറാണ്, ബട്ട് ഹീസ് ആക്ടിങ് ഓൺ പേപ്പർ. ഒരു ആക്ടർ എന്ന് പറയുന്നത് ഹി റൈറ്റ്സ് ഓൺ സ്ക്രീൻ വിത്ത് ഹിസ് ബോഡി, വിത്ത് ഹിസ് സോൾ, വിത്ത് ഹിസ് മൈൻഡ്. സോ ആക്ടിങ് എല്ലായിടത്തും ഉണ്ട്. ഏതൊരു പ്രോസസ് ഓഫ് ക്രിയേറ്റിവിറ്റി ആണെങ്കിലും അതിൽ ആക്ടറിൻ്റെ ഒരു എലിമെന്റ് എന്തായാലും ഉണ്ടാവും, റൈറ്ററിൻ്റെ എലിമെന്റും ഉണ്ടാവും. സോ അതും വളരെ ഒരു അപേക്ഷമായിട്ടുള്ളൊരു. ലൂസിഫർ സിനിമ അവസാനിക്കുമ്പോൾ നമുക്കറിയാം അതിനൊരു സെക്കൻഡ് പാർട്ടിനൊരു ചെറിയൊരു ത്രെഡ് അവിടെ ഉണ്ട്, റഷ്യൻ ഒരു ഷോട്ട്. അപ്പോൾ ആദ്യത്തെ സിനിമ അല്ലെങ്കിൽ ഫസ്റ്റ് വേർഷൻ ട്രൈലോജിയിൽ എല്ലാവരും കൊണ്ടാടിയ ഇഷ്ടപ്പെട്ട ഒരു സിനിമ, വെൻ യു ബ്രിങ് ഇൻ ദ സീക്വൽ അത് എക്സ്പെക്റ്റേഷൻസ് കൂടും, അത് പ്രഷർ ഉണ്ടാവും. എന്തായാലും എന്തൊക്കെയായിരുന്നു ആസ് എ റൈറ്റർ കൊണ്ടുവരണ്ട എന്നും എന്നാൽ കൂടുതൽ കൊണ്ടുവരണമെന്ന് ചിന്തിച്ച ഒരു പ്രോസസ്സ് ഉണ്ടായിരുന്നു? ബേസിക്കലി എംപുരാൻ ഈസ് നോട്ട് എ സീക്വൽ ടു ലൂസിഫർ. എംപുരാൻ എന്ന് പറയുന്നത് ഇറ്റ്സ് പാർട്ട് ഓഫ് എ ട്രിലജി, ഒരു ത്രയം, 3 ഫിലിം ഫ്രാഞ്ചൈസാണ് ലൂസിഫർ ഫ്രാഞ്ചൈസ് എന്ന് പറയുന്നത്. അത് അങ്ങനെ കൺസീവ് ചെയ്തിട്ടുള്ള സിനിമയാണ്. സോ ദിസ് ഈസ് നോട്ട് എ സീക്വൽ ടു ലൂസിഫർ. ദിസ് ഈസ് എ സ്റ്റാൻഡ് അലോൺ സെക്കൻഡ് പാർട്ട്, സ്റ്റാൻഡ് അലോൺ ഫിലിമുമാണ്. അതേസമയം ഫ്രാഞ്ചൈസിന്റെ മിഡ് പീസാണ്, വിച്ച് വിൽ ബി ഫ്ലാങ്ക്ഡ് ബൈ ദ ഫസ്റ്റ് പാർട്ട് ആൻഡ് ദ കൺക്ലൂഷൻ. സോ ആ രീതിയിലാണ് അത് കൺസീവ് ചെയ്തിട്ടുള്ളത്. സോ അതിന് പ്രത്യേക ഒരു പ്രഷറില്ല, ബിക്കോസ് ഇറ്റ് വാസ് കൺസീവ്ഡ് വേ ബിഫോർ റൈറ്റിംഗ് ദ സെക്കൻഡ്. മുരളിയുടെ ക്യാരക്ടേഴ്സ്, മുരളി അഭിനയിച്ചതാണെങ്കിലും എഴുതിയതാണെങ്കിലും ക്യാരക്ടേഴ്സിന് കുറച്ചുകൂടി കോംപ്ലക്സിറ്റി ഉണ്ട്, ഒരു അൺപ്രഡിക്റ്റബിലിറ്റി ഉണ്ട്. അപ്പോൾ ചില സമയത്ത് ഈ ക്യാരക്ടേഴ്സ് ഇവോൾവ് ചെയ്യുന്ന സമയത്ത് ചില ക്ലാസിക് ലിറ്ററേച്ചറിൻ്റെ റെഫറൻസസോ, ഹൗ ഡു യു ബ്രിങ് ദീസ് ക്യാരക്ടേഴ്സ്? കുറച്ചൊരു എലിമെന്റ് ഓഫ് സൈക്കോട്ടിക് കാണാറുണ്ട്. ഞാൻ വളരെ എലിമെന്റൽ ആയിട്ടുള്ള റൈറ്ററാണ്. ഞാൻ ഫിക്ഷൻ്റെ ഒരു വലിയ ഫാനാണ്. ഞാൻ നോൺ ഫിക്ഷനിൽ നിന്ന് എനർജി എടുക്കുന്ന ഒരു റൈറ്ററാണ്. ഫിക്ഷൻ എനിക്ക് റെപ്രസെൻറ്റേറ്റീവ് റീഡിംഗ് ആണ്. എന്നെ ഹുക്ക് ചെയ്യുന്ന റൈറ്റേഴ്സിനെ ഞാൻ
കവർ ടു കവർ ഫുൾ കോർപ്പസ് വായിക്കാറുണ്ട്. പക്ഷേ എനിക്കിഷ്ടം തോന്നാത്ത റൈറ്റേഴ്സ് ഫിക്ഷൻ എന്നെ ഭയങ്കരമായിട്ട് കറപ്റ്റ് ചെയ്യും. അപ്പോൾ എൻ്റെ മെയിൻ ഒരു 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 സോഴ്സ് വെള്ളം എന്ന് പറയുന്നത് നോൺ ഫിക്ഷനാണ്. അപ്പോൾ ആ രീതിയിലാണ് ഞാൻ അതിനെ കാണുന്നത്. ഓക്കെ. അപ്പോൾ ചില സമയത്ത് ചില വെൻ യു സ്റ്റാർട്ടഡ് റൈറ്റിംഗ് 2001 ആയുർ രേഖ എപ്പോഴാണ് എഴുതിയത്? ആയുർരേഖ 1991. 1991. അപ്പം അന്ന് തൊട്ടുള്ളൊരു കണ്ടിന്യൂസ് ആയിട്ടുള്ള റൈറ്റിംഗ് പ്രോസസ്സിൽ ഉണ്ടാകുന്ന ചില ലേണിങ്സ് ഉണ്ടാവുള്ളൂ. ഇപ്പം തിരിഞ്ഞു നോക്കുമ്പോൾ സംതിങ് ദാറ്റ് സ്റ്റുഡ് ഔട്ട്. സോ യു ആസ് എൻ ആർട്ടിസ്റ്റ്, ആസ് എ ക്രിയേറ്റീവ് പേഴ്സൺ, യു കീപ് ലേണിംഗ്. അതിപ്പോൾ എഴുത്തായാലും ശരി, ആക്ടിങ് ആയാലും ശരി, വാട്ട് എവർ, എനി ക്രിയേറ്റീവ് പ്രോസസ്, ഇറ്റ്സ് ഓൾസോ എ പ്രോസസ് ഓഫ് ലേണിംഗ്. അപ്പോൾ അതെന്തായാലും ഉണ്ടാവും. പക്ഷേ നമ്മുടെ കോൺഷ്യസ് ആയിട്ട് ഞാൻ ഇങ്ങനെ ഒരു സാധനം എഴുതാം എന്ന് പറഞ്ഞാൽ ഞാൻ ഒരിക്കലും പേപ്പറിന് മുമ്പിൽ ഇരുന്നിട്ടില്ല. എനിക്കിത് എഴുതാതെ നിവൃത്തിയില്ല എന്ന് പറയുന്ന ഒരു മോമെന്റിലാണ് ഞാൻ എപ്പോഴും പേര് എടുത്തിട്ടുള്ളത്. ഇതുവരെ എൻ്റെ ചെറുകഥകളാണെങ്കിലും ശരി, ഞാൻ എഴുതിയ തിരക്കഥകളാണെങ്കിലും ശരി, എല്ലാം ഇത് എഴുതാതെ എനിക്ക് നിവൃത്തിയില്ല എന്ന് തോന്നുന്ന മോമെന്റിൽ മാത്രമേ ഞാൻ പേര് എടുത്തിട്ടുള്ളൂ. ഓക്കെ, ഓൾറൈറ്റ്. കമ്മിങ് ബാക്ക് ടു ലൂസിഫർ, അതായത് അതിൽ എന്താ പറയുക, മെയിൽ ക്യാരക്ടറും ഫീമെയിൽ ക്യാരക്ടറും, മോഹൻലാലും മഞ്ജുവാരും അഭിനയിച്ച ആ രണ്ടുപേരും പറയുന്ന ഒരു മാസ് ഡയലോഗ് ഉണ്ട്, എൻ്റെ പിള്ളേരെ തൊടുവല്ലേടാ, അല്ലെങ്കിൽ എൻ്റെ കുഞ്ഞിനെ തൊടുവല്ലേടാ. ഇത് രണ്ടുപേരും ഈ ചുമരിൽ എടുപ്പിച്ചിട്ടാണ് നിൽക്കുന്നത്. എങ്ങനെയാണ് ആ പാരലിസം കൊണ്ടുവരാൻ തോന്നിയത്? അത് അൺകോൺഷ്യസ് ആയിട്ടുള്ളൊരു സംഭവമാണ്. ബിക്കോസ് പിള്ളേരെ തൊട്ടാൽ ആരെയാലും മതിൽ ചേർക്കില്ല. ആൺ പെൺ വ്യത്യാസം ഇല്ലല്ലോ. കമ്മിങ് ബാക്ക് ടു ആ സിനിമയിൽ തന്നെയുള്ള വളരെ സീരിയസ് സിനിമയാണ് ലൂസിഫർ എന്ന് എനിക്ക് തോന്നുന്നു. ഒരു കൾച്ചറൽ ഫിനോമിനാണ്, പൊളിറ്റിക്കൽ ഡ്രാമയാണ്, സീരിയസ്നെസ് ഉണ്ട്, ഒരുപാട് കഥാതന്തുകൾ പറഞ്ഞു പോയിട്ടുണ്ട് അബൌട്ട് ഡ്രഗ്സ് ആൻഡ് എവറിത്തിങ്. എന്നാലും അതിൽ പഞ്ച് ഡയലോഗ്സ് ഉണ്ട്. ഈ വാട, അതല്ലെങ്കിൽ ഈ പറഞ്ഞത്, അല്ലെങ്കിൽ നാർക്കോട്ടിക്സ് എസ് എ ഡേർട്ടി ബിസിനസ്. ഇങ്ങനെ വെൻ യു റൈറ്റ് എ സീരിയസ് ഫിലിം ആൻഡ് ദെൻ ഓഫ് കോഴ്സ് ഫേവറേറ്റ് ആക്ടർ ബീയിങ് ദ മാസ് എലിമെൻറ്റ് ഓൾസോ, പഞ്ച് ഡയലോഗ്സിന് കൊണ്ടുവരുമ്പോൾ അതെങ്ങനെ ഫ്ലോ ചെയ്ത് പോകുന്നത്? അതിൽ ഒറിജിനൽ പഞ്ച് ഡയലോഗ്സും ഉണ്ട്. ഇപ്പൊ നേരത്തെ പറഞ്ഞത് നാർക്കോട്ടിക്സ് ഇസ് എ ഡേർട്ടി ബിസിനസ് എന്ന് പറയുന്നത് ശരിക്കും ഗോഡ് ഫാദറിലൊരു ലൈനാണ്. അത് മാത്രമല്ല, 20-ാം നൂറ്റാണ്ട് എന്ന് പറയുന്ന സിനിമയിൽ എസ് എൻ സ്വാമി സാർ ആ ലൈൻ പറഞ്ഞിട്ടുണ്ട്. അതൊരു ഐക്കോണിക് ലൈനാണ്. അപ്പോൾ ഇറ്റ് ഈസ് ആക്ച്വലി പ്രസ്റ്റീഷ് എന്ന് പറഞ്ഞൊരു ഒരു ഫോം ഓഫ് റൈറ്റിംഗ് ഉണ്ട്. ഇറ്റ്സ് ആക്ച്വലി എ ട്രിബ്യൂട്ട് ടു ദ മാസ്റ്റേഴ്സ്. അപ്പൊ അങ്ങനെയുള്ള കുറച്ച് പ്രസ്റ്റീഷ് പോയിന്റ്സ് അതിനകത്തുണ്ട്. അതിലൊന്നാണ് ഈ റിമൈൻഡ് ചെയ്യിക്കാന്നുള്ളത്. ഒരു കൾട്ട് ഡയലോഗിനെ ഒരു കറക്റ്റ് പോയിന്റിൽ ഒരു ട്രിബ്യൂട്ട് എന്ന നിലയിൽ ഇൻവോക്ക് ചെയ്യുക എന്നുള്ള പ്രോസസ്സാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഒറിജിനൽ ആയിട്ടുള്ള പഞ്ച് ലൈൻസ് വന്നിരിക്കുന്നത് എഴുത്തിന്റെ പ്രോസസ്സിൽ നമ്മൾ ഇരിക്കുമ്പോൾ നമ്മുടെ ഒരു ഇമോഷണൽ അപ്ഹീവലും നമ്മുടെ മനസ്സിൽ ആദ്യം കണ്ടിട്ടാണല്ലോ എഴുതുന്നത്. അപ്പൊ ആ ഒരു മോമെന്റിൽ നമ്മളൊരു ഒരു ഫാനാണ്, എഴുത്തുകാരനാണ്, എല്ലാം വരും. എല്ലാം കൂടെ കൂടിക്കലർന്നിരുന്ന് ഉള്ളൊരു എഴുത്താണ് തിരക്കഥ എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ് വാസ് ഡിസൈൻഡ് ആസ് എ ബ്ലൂ ബ്ലഡഡ് മെയിൻ സ്ട്രീം ഫിലിം. ആൻഡ് മുരളിയുടെ ക്യാരക്ടേഴ്സ് നോക്കുമ്പോൾ എഴുത്തിൽ കൂടെ തന്നെ വെൻ യു ആർ എൻ ആക്ടർ യു ഓൾസോ റിട്ടൺ. ഇപ്പോൾ ഈ അടുത്ത കാലത്താണെങ്കിലും ലെഫ്റ്റ് റൈറ്റ് ആണെങ്കിലും താങ്കളെ എഴുതിയിട്ട് താങ്കളെ അഭിനയിച്ചിട്ടുണ്ട്. ഈ അഭിനയിക്കുന്ന സമയത്ത് ഈ ക്യാരക്ടർ എനിക്ക് നല്ലോണം അറിയാം എന്ന് പറയുമ്പോൾ അത് സെറ്റിൽ വരുമ്പോൾ അഡ്വാൻറ്റേജ് ആണോ അതോ ഡിസഡ്വാൻറ്റേജ് ആണോ? ബിക്കോസ് യു ഹാവ് എ ഡയറക്ടർ. റൈറ്ററും ആക്ടറും രണ്ട് സെപ്പറേറ്റ് സ്വത്വങ്ങളാണ്. അപ്പോൾ ഞാൻ എഴുതിയ ഒരു ക്യാരക്ടർ അഭിനേതാവായിട്ട് വരുമ്പോൾ ഞാൻ ശരിക്ക് ആ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി ഒരു ഫ്രഷ് വിസിറ്ററായിട്ടാണ് പറയുന്നത്. അതിപ്പോൾ ഞാൻ എഴുതിയ ഒരു ക്യാരക്ടർ ആണെങ്കിലും ശരി, വേറൊരാൾ എഴുതിയൊരു ക്യാരക്ടർ ആണെങ്കിലും ശരി, ആക്ടറിൻ്റെ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് ടോട്ടലി ഡിഫറെൻറ്റ് ഫ്രം ദ റൈറ്ററാണ്. ഞാൻ കൺസീവ് ചെയ്തൊരു ക്യാരക്ടറിനെ എനിക്ക് നന്നായിട്ട് അഭിനയിച്ച് പഠിപ്പിക്കണം എന്നില്ല. അതൊരു വേറൊരു പ്രോസസ്സാണ്. അതൊരു എന്താ പറയുക, നേരത്തെ പറഞ്ഞ വിസിറ്ററായിട്ട് വേണം അതിനെ അപ്രോച്ച് ചെയ്യാൻ. അങ്ങനെ ഞാൻ അപ്രോച്ച് ചെയ്തിട്ടുണ്ട്. സോ ഒരു ഇന്റർഫിയറൻസിന്റെ സ്ഥാനമില്ല അവിടെ. വെൻ യു സീ ദാറ്റ് യുവർ ക്യാരക്ടർ വേറെ വഴിക്ക് പോകണു എന്ന് ഇല്ല, ദാറ്റ് ഈസ് ഫോർ ദ ഡയറക്ടർ ടു ഡിസൈഡ്. വെൻ ഐ ആം ദ റൈറ്റർ ആൻഡ് ഐ ആം ഓൾസോ ആക്ടിങ് ഇൻ ഇറ്റ്. ഇതിന് റിസ്ക് വരുന്ന ഡയറക്ടറും കൂടെ ചെയ്യുമ്പോഴാണ് നമുക്കൊരു ജഡ്ജ്മെന്റ് ചിലപ്പം പോകും. അപ്പോൾ അങ്ങനെയുള്ള ഇഫ് ഐ ആം ഡൂയിങ് എ ക്യാരക്ടർ in a movie which I have written and which I am directing also, then there is a risk. Because നമ്മൾ തന്നെ ഗൈഡ് ചെയ്യുമ്പോൾ നമ്മൾ വേവേർഡായിട്ട് മൂവ് ചെയ്യുന്ന നമുക്ക് ചിലപ്പോൾ സെൻസ് ചെയ്യാൻ പറ്റില്ല. ഡയറക്ടേഴ്സിന് പൊതുവെ ഇത് ഒരുപാട് പേർക്ക് കാണാനും പറ്റും. കാരണം അവർക്കൊരു ജഡ്ജ്മെന്റ് ലൂസ് ചെയ്യുന്ന ഒരു പാത്രങ്ങൾ എങ്ങനെയാണ്? ഹൗ ഡു യു ബ്രിങ് ദോസ് ക്യാരക്ടേഴ്സ് ടു ലൈഫ്? എൻ്റെ പുരുഷ കഥാപാത്രങ്ങൾ പോലെ തന്നെ.
സ്ത്രീക്ക് പ്രത്യേകം ഒരു ഇതില്ല, ഒരു എന്താ പറയണ്ടേ, സ്ത്രീ കഥാപാത്രം എഴുതാം എന്ന് പറഞ്ഞ് സ്ത്രീകളെ പഠിക്കാം എന്നൊന്നും പറഞ്ഞിരിക്കാൻ പറ്റില്ല. സ്ത്രീകൾ ഒരു വ്യക്തിത്വം, ഒരു അവർ ഇൻഡിവിജ്വൽസ് ആണ്. ഒബ്സർവേഷൻ എന്ന് പറയുന്നതിൽ നമ്മളൊരു കാർപ്പറ്റ് ഒബ്സർവേഷൻ ആണുള്ളത്. വി ലുക്ക് അറ്റ് പീപ്പിൾ ആസ് ഇൻഡിവിജ്വൽസ്, നോട്ട് ആസ് ജെൻഡർ സ്പെസിഫിക് ഒബ്ജക്ട്സ്. അപ്പൊ അങ്ങനെ കാണുമ്പോൾ സ്ത്രീയും പുരുഷനും കഥാപാത്രങ്ങൾ അവർ തന്നെ ഡിസൈഡ് ചെയ്യും. ആൻഡ് സം ഓഫ് ദ ഒബ്സർവേഷൻസ് ഈ കൊച്ചുകുട്ടി കാലത്ത് തന്നെ എന്തെങ്കിലും ഒരു ഫീമെയിൽ റെഫറൻസസ് എപ്പോഴും മനസ്സിൽ നിന്നിട്ടുണ്ടോ? മനസ്സിലായില്ല. അതായത് പണ്ട് വെൻ യു സ്റ്റാർട്ടഡ് റൈറ്റിംഗ് ആൻഡ് യു ഹാവ് ബീൻ ഓൾസോ സിനിമ കോൺവെർസേഷൻസ് എപ്പോഴും വീട്ടിലുള്ളതുകൊണ്ട് ഒരു ഫീമെയിൽ ക്യാരക്ടർ റെഫറൻസസ് ഉണ്ടായിട്ടുണ്ടോ? എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ ശക്തമായ സ്ത്രീ കഥാപാത്രം എന്നൊക്കെയുള്ള ചില സങ്കല്പം അവരുദ്ദേശിക്കുന്നത്, ഈ പറയുന്നവരുദ്ദേശിക്കുന്നത് ഭയങ്കര ശക്തി കാണിക്കുന്ന കഥാപാത്രങ്ങളാണ്. ശരിക്കും ശക്തി എന്ന് പറയുന്നത് കഥാപാത്ര സൃഷ്ടിയിലാണ്. വീക്ക്നെസ്സിനെ എംബോഡി ചെയ്യുന്ന ഒരു കഥാപാത്രവും ശക്തമായ കഥാപാത്രമാണ്. പക്ഷെ നമ്മളത് അങ്ങനെയല്ല പൊതുവെ കണ്ടുവരുന്ന. റിവ്യൂവേഴ്സ് പൊതുവെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു വേർഡുമാണ് ശക്തമായ സ്ത്രീ കഥാപാത്രം എന്ന് പറഞ്ഞാൽ. ഭയങ്കര ബോൾഡായിട്ടുള്ള, ബ്രേവ് ആയിട്ടുള്ള, അങ്ങനെയല്ല, ഡീപ്പായിട്ടുള്ള ഒരു ആക്ടറിന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്ന ലെവൽസിൽ ഭയങ്കര ഡെപ്ത് ഉള്ള ഒരു ക്യാരക്ടർ, ശക്തമായ കഥാപാത്രമാണ്. ഒരുപാട് എക്സാമ്പിൾസ് ഉണ്ട്. അതിപ്പം പ്രത്യേകിച്ച് അങ്ങനെ പറയാൻ പറ്റില്ല. അങ്ങനത്തെ ക്യാരക്ടേഴ്സിനെയും കൂടെ ഈ ഒരു ഗാംബിറ്റിൽ പെടുത്തണം എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. നമ്മുടെ ശക്തമായ കഥാപാത്രങ്ങൾ എന്ന് പറയുന്നതെല്ലാം ഈ ബ്രേവറിയാണ് കൂടുതൽ ഒരു എക്സോൾട്ടഡ് ഒരു പേഴ്സണാലിറ്റി ആയിട്ട് പറയുന്നത്, ക്യാരക്ടറിസ്റ്റിക് ആയിട്ട് പറയുന്നത്. പക്ഷെ അതല്ല, ഡെപ്ത് എന്ന് പറയുന്നത് അഗണിയിലും ഭയങ്കര ഡെപ്ത് വരാം, എന്താ പറയണ്ട, വിക്ടിമൈസേഷനിലും ഡെപ്ത് വരാം, ക്യാരക്ടറൈസേഷനിലും. അപ്പൊ ഇതെല്ലാം കൂടെ ചേർന്നതാണ് ഈ കഥാപാത്ര സൃഷ്ടി എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഒരു വിബ്ജിയൽ ക്യാരക്ടറൈസേഷൻ എനിക്ക് അപ്പീൽ ചെയ്തിട്ടുണ്ട്. പല സ്റ്റേറ്റ് ഓഫ് മൈൻഡിൽ, പല സ്റ്റേറ്റ്സ് ഓഫ് മൈൻഡിൽ ഇരിക്കുന്ന കഥാപാത്രങ്ങൾ. ആ ഒരു ട്രാവൽ കൂടെ പോകുമ്പോൾ ഈ താങ്കളുടെ സിനിമകളിലോ അല്ലെങ്കിൽ റൈറ്റിങ്ങിലുള്ള ഫിലോസഫി എന്താണ്, അതിലൊരു സ്പിരിച്വാലിറ്റി എന്താണ്? That is for the viewer to decide, because I am not the right person to gauge my spiritual quotient or my philosophical quotient. അത് നമ്മൾ എന്തുകൊണ്ടാണോ നമ്മളെ ഉണ്ടാക്കിയിരിക്കുന്നത് അത് നമ്മുടെ വർക്ക്സിലും റിഫ്ലക്ട് ചെയ്യും. ദാറ്റ്സ് ഓൾ ഐ ക്യാൻ സേ അബൌട്ട്. ദിസ് ഇസ് മൈ യൂഷ്വലി ഒരു ഫേവറേറ്റ് ക്വസ്റ്റ്യൻ ആണ്. വെൻ യു ഹാവ് ടു, ഒരു തിൻ ലൈൻ ഉണ്ട്, ഇൻസ്പിറേഷൻ ആൻഡ് കോപ്പിങ്. ആൻഡ് യു സീ ദാറ്റ് എപ്പോഴും ഈ സോഷ്യൽ മീഡിയ മാധ്യമങ്ങളൊക്കെ എപ്പോഴും പറയുന്നത് ഇത് അവിടെ നിന്ന് ഇവിടെ നിന്ന് എടുത്താന്നൊക്കെ പറഞ്ഞ ആൾക്കാർ എപ്പോഴും മറ്റുള്ളവരെ ബുദ്ധിമുട്ടികളാണ്. വേർ ഇസ് എ തിൻ ലൈൻ ബിറ്റ്വീൻ കോപ്പിങ് ആൻഡ് ഇൻസ്പിറേഷൻ? There is no thin line. There is copying and there is inspiration. So how does that come through? Where is that? Appo copying is directly cut and paste, but inspiration is not. But how does that help you? That ade eppra manasilavunathu inspired aayirunnu ennallathu, because you get to know that visual in your mind, no alle alla നൈസർഗികമായിട്ട് വരുന്ന കാര്യങ്ങൾ ഇൻസ്പയർഡ് ആയിട്ട് ഉള്ള റൈറ്റിംഗ് ആണല്ലോ. Okay, when you cut and paste it is copying. So the difference is right there. So when you write adu engane varadirikkan shramikkunnu ഒരു റെഫറൻസ് ഇല്ല, അല്ല അതൊരു മെത്തേഡ് അല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ ഒരു സീക്വൽ വരുമ്പോൾ എപ്പോഴും എക്സ്പെക്ടേഷൻ വളരെ കീ ആണ് ആൾക്കാർക്ക്. അതായത് ഇതിൽ ഇപ്പോൾ താങ്കൾ നേരത്തെ പറഞ്ഞു, ഇഫ് ഹി സ്കോർസ് ഇൻ ഹിസ് നെക്സ്റ്റ് ഇന്നിങ്സ്, ഇപ്പോൾ പണ്ടൊരു ഏറ്റവും വലിയൊരു അഡേജ് ക്രിക്കറ്റുമായിട്ട് ഞാൻ കമ്പയർ ചെയ്യുന്ന ക്രിക്കറ്റും ഇതുമായിട്ട് ഭയങ്കര ആളുകളുടെ ഒരു പെർസ്പെക്റ്റീവിലും ഒരു പെർസെപ്ഷനിലും ഒക്കെ ഭയങ്കര ചേഞ്ചസ്, സക്സസ് ഉണ്ടാക്കും, അതുപോലെ ഫെയിലിയേഴ്സ് ഉണ്ടാക്കും. If even if it is Sachin Tendulkar, you are only as good as your last innings for the people. So when that is the rule, then you just do what you can, what your best is, and then leave it to the people. ലൂസിഫർ നല്ല പുസ്തകം ഇറക്കാനായിട്ട്, ഇപ്പോൾ തിരക്കഥയായിട്ട് ഇറക്കാൻ അതുണ്ടായിരുന്നു പ്രയോജനം എന്തായിരുന്നു? അത് പബ്ലിഷർ വേണമെന്ന് പറഞ്ഞു. ഇത്രയും വലിയൊരു ചോദ്യത്തിന് ഇത്ര ചെറിയ ഉത്തരം. But then how ഇത് direct something you would not add? The first copy ആണോ അത് what we saw എന്തായിരുന്നു? ഈ പുസ്തകം ഇറക്കിയപ്പോൾ ഇത് സെയിം എൻറ്റയർ സ്ക്രീൻ പ്ലേ വാസ് ഗിവൺ ഓർ യു ഹാഡ് ആഡഡ് സം ഡിലീറ്റഡ് സീൻസ്? എൻറ്റയർ സ്ക്രീൻ പ്ലേ കൊടുത്തിട്ടുണ്ട്, പക്ഷെ ഒരു ഫ്രാഞ്ചൈസ് ആയിട്ടുള്ള ഒരു ട്രിലജി എന്നുള്ള രീതിയിൽ എക്സ്പ്ലെയിൻഡ് ആയിട്ടുള്ള കുറച്ച് ഡിസ്ക്രിപ്ഷൻസ് ഉള്ള കുറച്ചുകൂടെ എക്സ്പ്ലനേഷൻസ് ഉള്ളൊരു സ്ക്രീൻ പ്ലേ ആണ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ,
റൈറ്റിംഗ് പ്രോസസ്സ് എങ്ങനെയാണ്? ഒരു പറഞ്ഞു ഇപ്പം എഴുതാൻ പറ്റെങ്കിൽ മാത്രമേ എഴുതുള്ളൂ എന്നുള്ളത്. ബട്ട് യൂഷ്വലി ഒരു ഇറ്റ്സ് ലൈക്ക് ക്ലൗഡ്സ് ഗാദറിങ് ആൻഡ് ഫൈനലി റെയിനിങ്. അപ്പം നമുക്കത് എപ്പോഴാണ് മഴ പെയ്യുക എന്ന് മേഘത്തിന് മാത്രമേ അറിയാവൂ എന്ന് പറയുന്ന പോലെ തോട്ട്സ് ഉരുണ്ടുകൂടി അത് ഡിസൈഡ് ചെയ്യുന്ന ഒരു മൂമെന്റിൽ അത് ഇറ്റ് സ്റ്റാർട്ട്സ് റെയിനിങ്. അപ്പോൾ അതുവരെ വെയിറ്റ് ചെയ്യാനേ ഒരു റൈറ്ററിന് പറ്റും. ഇപ്പോൾ ഡെഡ് ലൈൻ വെച്ച് എഴുതാൻ പറ്റുന്ന ഒരു റൈറ്റർ അല്ല ഞാൻ. എനിക്ക് അത് ഫുള്ളി ഫോംഡ് ആയതിനു ശേഷമേ ഞാൻ പേപ്പർ തൊടിക്കാറുള്ളൂ. അപ്പൊ അത് ഫുള്ളി ഫോം ചെയ്യാൻ വെയിറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഒരു റൈറ്ററിന്റെ ധർമ്മം. അത് ഞാൻ നിറവേറ്റാറ്. എത്ര സമയം ഉണ്ട്? അങ്ങനെയുണ്ടോ? ഒരു സമയമില്ല. ഡിപ്പെൻഡ്സ് ഓൺ ദി തീം ആൻഡ് ദി ത്രെഡ്. ആൻഡ് വെൻ ആ ഒരു ഇത് കാണുമ്പോൾ ഹൗ ഡു, ബിക്കോസ് എനിക്കറിയാം ഞാൻ പി ഭാസ്കരൻ മാസ്റ്റർ വീട്ടിൽ അദ്ദേഹത്തിനും വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിൽ ചെറിയ ടേബിൾ ഉണ്ടായിരുന്നു. അവിടെ ഇരുന്നിട്ട് ഒരു ഇങ്ങനെ ഒരു ടേബിളിലാകുമ്പോഴായിരുന്നു അവിടെ നിന്നാണ് പാട്ടുകൾ വരാറ് എന്ന് അമ്മയും പറയാറുണ്ട്. സോ ഡു യു ഹാവ് ദാറ്റ് കൈൻഡ് ഓഫ് എ സ്പെസിഫിക് ഒരു സ്പോട്ട് അവിടെ ഇരുന്നാൽ എഴുതാം എന്ന് അങ്ങനെയുണ്ട്? ബഹളങ്ങൾ പാടില്ല? എനിക്ക് ശബ്ദമില്ലാത്ത സ്ഥലങ്ങളിൽ ഇരുന്ന് എഴുതുന്നത് ഇഷ്ടമാണ്. അങ്ങനെ ഒരു സ്പെസിഫിക് സ്പോട്ടായിട്ട് അങ്ങനെ ഏതെങ്കിലും ജീവിതത്തിൽ കിട്ടിയൊരു ഫീഡ്ബാക്ക് കൊണ്ട് റൈറ്റിങ്ങിന്റെ സ്റ്റൈല് മാറ്റാൻ ശ്രമിച്ചിട്ടുണ്ടോ? ഇല്ല, അതൊരിക്കലും സാധിക്കില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മൾ പൂർവ്വകല്പിതമായിട്ടല്ലാതെ ഉള്ള ഒരു പ്രോസസ്സാണ് റൈറ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഫീഡ്ബാക്കിന് ഒരു പരിമിതികളുണ്ട്. നമ്മളെ കൊണ്ടാവുന്നത് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിന് കുറച്ചും ചെയ്യാൻ പറ്റില്ല. നമ്മളെ കൊണ്ടാവുന്നതിൻ്റെ മാക്സിമം ചെയ്യാനാണ് ഞാൻ ശ്രമിക്കാറുള്ളത്. അതിൽ കുറയ്ക്കാതെ നോക്കാറുണ്ട്. എൻ്റെ ബെസ്റ്റ് എൻ്റെ റൈറ്റിങ്ങിന് കൊടുക്കാൻ ഞാൻ ശ്രമിക്കാറുണ്ട്. പക്ഷെ അതിനപ്പുറത്ത് നമുക്കൊരു ക്രിട്ടിക്കൽ ഫീഡ്ബാക്ക് വരുമ്പോൾ ആ ഫീഡ്ബാക്കിനെ ഇൻക്ലൂഡ് ചെയ്യണമെങ്കിൽ നമ്മൾ ഒരു പ്ലാൻഡ് ഒരു പ്രീ കൺസീവ്ഡ് മോഡ് ഉള്ള ഒരാളിനെ ഇപ്പൊ നാടകങ്ങളിൽ നമുക്ക് ഫീഡ്ബാക്ക് കൊണ്ട് പ്രയോജനമുണ്ട്. ബിക്കോസ് ദർ ഇസ് ഓൾവേസ് അനദർ സ്റ്റേജ്. പക്ഷെ ഒരു ഫിലിം വൺസ് ഇറ്റ് ഇസ് റിട്ടൺ ആൻഡ് വൺസ് ഇറ്റ് ഇസ് ഓൺ ദ സ്ക്രീൻ, ദാറ്റ്സ് ഇറ്റ്. ആ ഫിലിമിന് പിന്നെ കറക്ഷൻസ് പോസിബിൾ അല്ല. രണ്ടാമതൊന്നുകൂടെ എടുത്ത് കാണിക്കാൻ പറ്റില്ല. നാടകത്തിലാണെങ്കിൽ ഫീഡ്ബാക്ക് കൊണ്ട് ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ട്. പിന്നെ ഒരു സിനിമയല്ല രണ്ടാമതും അടുത്ത ചെയ്യാൻ പോകുന്ന വേറൊരു ത്രെഡാണ്, വേറൊരു തീമാണ്. അപ്പൊ ഇതിലെ ഫീഡ്ബാക്കിന്റെ ഒരു എസൻസ് എടുത്തിട്ട് നമുക്ക് ഇടാം എന്ന് മാത്രമേ പറയാൻ പറ്റൂ. അതൊരു വേഗമായിട്ട് ചെയ്യാൻ പറ്റും. എഴുതിയ കഥാപാത്രങ്ങളിൽ ഏതെങ്കിലും ഒരു കഥാപാത്രം ഇമോഷണലി അറ്റാച്ച്ഡ് ആയിരുന്നു കുറേ കാലം? എഴുതിയ എല്ലാ കഥാപാത്രങ്ങളോടും ഇമോഷണലി അറ്റാച്ച്ഡ് ആയാൽ മാത്രം എഴുതാൻ പറ്റും. അത് കഴിഞ്ഞിട്ടും അതിനെ നമ്മൾ കണ്ടു, താങ്കൾ അടുത്ത പ്രൊജക്റ്റിലേക്ക് പോയി, എന്നാലും ഈ ഒരു കഥാപാത്രം കൂടെ നിന്നിരുന്നു കുറച്ചു കാലം? ഇല്ല, അത് ഇമ്പോസിബിൾ ആണ്. ആണോ? പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് എന്റെ കൂടെ ഒരു കൊല്ലം നിന്നു എന്നൊക്കെ. അത് അവർക്ക് അങ്ങനെ നിന്നതാണ്. ഒരു ഇറക്കി വിടലാണ് ഒരു റൈറ്റിംഗ് പ്രോസസ് എന്ന് പറയുന്നത്. ആക്ടിങ്ങിനും എനിക്ക് അതാണ് തോന്നിയിട്ടുണ്ട്. നമ്മുടെ അകത്ത് ഇത് എന്താ പറയുക, ഒരു there is a certain act of purging involved in writing and acting. അകത്തുള്ള ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിറക്കി വിടുക എന്നുള്ളതാണ്. ഇപ്പൊ ഒരുപാട് സ്ഥലങ്ങളിൽ പോകുമ്പോൾ എന്നോട് ചോദിക്കാറുണ്ട് ഈ ലൂസിഫറിലെ ഡയലോഗ്സ് പറയാൻ പറ്റുമെന്ന്. ഞാൻ പറയുന്നത് പൃഥ്വിരാജിനോട് ചോദിക്കണം, പുള്ളിയാണിത് ബൈ ഹാർട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. എനിക്കിത് എഴുതി കഴിഞ്ഞാൽ എനിക്ക് പെട്ടെന്ന് മറക്കില്ല. അപ്പൊ അതൊരു ഈ പറഞ്ഞ പോലെ ഒരു ഇറക്കിവിടൽ പ്രോസസ് ഉണ്ട്. ആ ഇറക്കിവിടലാണ് റൈറ്റർ ചെയ്യുന്നത്. അറ്റ്ലീസ്റ്റ് ഞാൻ അതാണ് ചെയ്യുന്നത്. ഈ പുസ്തകം ഇപ്പൊ തിരിച്ചു കുറച്ച് കയറി കാണും അല്ലേ? അബ്സല്യൂട്ട്ലി. പക്ഷെ ഇതൊരു 3 പാർട്ട് ആണല്ലോ. ഇറ്റ് വിൽ കണ്ടിന്യൂ ബീങ് ദെയർ ബിക്കോസ് അതിന്റെ 3rd പാർട്ട് കൂടെ, ആ ട്രിലജിയുടെ ഫൈനൽ പാർട്ട് കൂടെ വന്നാലേ അതിൽ നിന്നൊരു ഇറങ്ങിപ്പോക്ക് സാധ്യമാവും. ഇപ്പോൾ ടെക്നോളജി ഈസ് കം ത്രൂ, AI-യുടെ ഒരു ഇൻ്റർഫിയറൻസ് നല്ലോണം ഉണ്ട്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വഴി ആൾക്കാർക്ക് സ്ക്രിപ്റ്റ് റൈറ്റിങ്ങും അതല്ലെങ്കിൽ ക്ലൈമാക്സും ഒക്കെ എളുപ്പമായിട്ട് അത് നമുക്ക് ചോദിച്ചാൽ തരും. ഉദയനാട് താരത്തിൽ ലാൽ സാറിൻ്റെ ഒരു സീനുള്ളൂ, ക്ലൈമാക്സ് കിട്ടി എന്ന് പറഞ്ഞൊരു സീനുണ്ടല്ലോ. അതുമാതിരി ഒന്നും ഇനി AI നമുക്ക് സഹായിക്കും എന്ന് പറയുന്ന ഒരു കാലഘട്ടം. സോ ഹൗ ഡു യു തിങ്ക് AI ഏതുവരെയ്ക്ക് നമുക്ക് സഹായിക്കും, ഓർ എത്ര വരെ നമുക്ക് പോവാം? AI ഇവോൾവിംഗ് ആയിട്ടുള്ളൊരു സംഭവമാണ്. അതൊരു എന്താ പറയേണ്ട ഒരു ഇപ്പൊ തൽക്കാലം അതൊരു സർവൈൽ പൊസിഷനിങ് ആണ് ഇപ്പോൾ AI ഉള്ളത്. പക്ഷെ ഭാവിയിൽ അത് എങ്ങനെ വരും എന്ന് പറയാൻ പറ്റില്ല. ഓക്കെ. ഈ അച്ഛൻ്റെ ഒരു കാര്യം ചോദിക്കാനായിരുന്നു. എപ്പോഴാണ് സംസാരിച്ചത് അത് യു വാണ്ട് ടു ബിക്കം എ റൈറ്റർ, അതല്ലെങ്കിൽ യു സ്റ്റാർട്ടഡ് റൈറ്റിംഗ് ആൻഡ് ഷോയിങ് ടു ഹിം? വാട്ട് വാസ് യുവർ കോൺവെർസേഷൻ വിത്ത് ഗോപി സർ? അച്ഛന് 1986 ഒരു സ്ട്രോക്ക് വന്നിട്ട് അറ്റ് ദ ഹൈറ്റ്സ് ഓഫ് ഹിസ് കരിയർ ഒരു സ്ട്രോക്ക് വന്നിട്ട് അച്ഛൻ കിടപ്പിലാവുന്നു. അപ്പം ഞാൻ സത്യത്തിൽ ഐ സ്റ്റംബിൾഡ് അപ്പോൺ റൈറ്റിംഗ് എന്ന് വേണം പറയാം. അച്ഛനെ എങ്ങനെ സന്തോഷിപ്പിക്കാം, അച്ഛൻ്റെ മുഖത്ത് എങ്ങനെ ഒരു ചിരി, ഒരു പുഞ്ചിരി
കാണാം എന്ന് ആലോചിച്ചിട്ട് എനിക്ക് വന്നൊരാശയം ഞാൻ എഴുതാൻ തീരുമാനിക്കുകയും എഴുതിയ ഒരു കഥയാവുകയും ആ കഥയെ ഞാൻ അച്ഛന് കൊണ്ടുപോയി വായിച്ചു കേൾപ്പിക്കുകയും അച്ഛൻ്റെ മുഖത്തിൽ പുഞ്ചിരി കൊടുക്കുകയും ചെയ്തതാണ് എൻ്റെ ആദ്യത്തെ റൈറ്റിംഗ് അറ്റംപ്റ്റും എൻ്റെ ആദ്യത്തെ അവാർഡും ആ പുഞ്ചിരി. വെരി നൈസ്. ഏതെങ്കിലും അദ്ദേഹം ചെയ്തു വെച്ച സിനിമ രണ്ടാമതും ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടോ? ഒരിക്കലുമില്ല. ഇതെല്ലാ മക്കളും പറയുന്ന എന്നോട്. ഒരിക്കലും ചെയ്യില്ല അച്ഛൻ്റെ പ്രോജക്ട്. ക്ലാസിക്സിന് അച്ഛൻ്റെ മാത്രമല്ല, ക്ലാസിക്സിന് നമ്മൾ തൊടാൻ പാടില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. അതെ. കാരണം ടെക്നോളജിക്കലി നമ്മളൊരു ക്ലാസിക്കിനെ തൊട്ടിട്ട് അത് നമുക്ക് ടെക്നോളജിക്കലി അഡ്വാൻസ് ചെയ്യാൻ പറ്റിയിട്ട് ടെക്നോളജിക്കലി അഡ്വാൻസ്ഡ് ആയിട്ടുള്ളൊരു റീമേക്കിനെ കണ്ടിട്ട് ആൾക്കാർ ക്ലാസിക്കിനേക്കാൾ നന്നായിരിക്കും എന്ന് പറയാൻ നമ്മുടെ ക്രെഡിറ്റ് അല്ല. ആ ക്ലാസിക് ഉണ്ടാക്കിയ സമയത്ത് അവർ അനുഭവിച്ചിട്ടുണ്ടോ ഇത്? സിംഗിൾ ക്യാമറ ഫിലിം, ഒരു ഷോട്ട് എന്നൊക്കെ പറയുന്നത് ഇപ്പോൾ ഈ ഡിജിറ്റൽ ഏജിൽ നമ്മൾ കാണുന്ന ആക്ടിങ് അല്ല. ഒരു 30 years ബാക്ക് എന്ന് പറഞ്ഞാൽ ഒരു ക്യാമറ 2C ക്യാമറ ഓൺ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ശബ്ദം, ഒരു സിനിമയ്ക്ക് കൊടുക്കുന്ന റീൽസിന്റെ എണ്ണം, ക്യാൻസിന്റെ എണ്ണം ലിമിറ്റഡ് ആണ്. ഒരു ആക്ടർ ഒരു ഷോട്ടിൽ നന്നായിട്ട് പെർഫോം ചെയ്തില്ലെന്നുണ്ടെങ്കിൽ ഇപ്പോഴത്തെ കാലത്ത് എത്ര വേണമെങ്കിലും റീടേക്സ് പോവാം. പക്ഷെ അന്ന് ഒരു മോമെന്റിൽ അത് ശരിയായില്ല എന്നുണ്ടെങ്കിൽ ആ യൂണിറ്റിലുള്ള എല്ലാവരുടെയും മുഖം കറക്കും. കാരണം അത്രയും ഫിലിം പോയി എന്നുള്ളതാണ്. അപ്പൊ അത്ര പ്രിസിഷനിൽ അവർ ചെയ്ത വച്ച വർക്ക്സാണ്. അപ്പൊ അതിനെ എടുത്ത് നമ്മൾ ടെക്നോളജിക്കലി ബെറ്റർ ചെയ്യാം. ഇമോഷണലി ഒരിക്കലും ബെറ്റർ ചെയ്യാൻ പറ്റില്ല എന്ന് എനിക്ക് തോന്നുള്ളൂ. ടെക്നോളജിക്കലി അതിന് നമ്മളൊരു ബെറ്റർ വെർഷൻ കൊടുത്തു എന്ന് പറയുന്നത് നമ്മുടെ ഒരു അച്ചീവ്മെന്റ് ആയിട്ട് ഞാൻ കരുതുന്നില്ല. ക്ലാസിക്സിനോട് കാണിക്കാവുന്ന ഏറ്റവും വലിയ റെസ്പെക്ട് എന്ന് പറയുന്നത് ക്ലാസിക്സിന് അൺടച്ച്ഡ് ആയിട്ട് വിടുകയാണ്. റീമാസ്റ്റർ ചെയ്ത് ആർക്കൈവൽ പർപ്പസസിന് വരെ വളരെ കറക്റ്റാണ്. റീമാസ്റ്റർ ചെയ്ത് റിലീസ് ചെയ്യേണ്ടത് ക്ലാസിക്സിനാണ് ശരിക്കും. എൻ്റെ ചോദ്യങ്ങൾ കഴിഞ്ഞു. ഇനി ഓഡിയൻസിനുള്ള ചോദ്യങ്ങളാണ്. ഇഷ്ടമായി ഉണ്ടാവും ചോദ്യം എന്ന് എനിക്കറിയാം. എനിക്ക് ഒരു രണ്ടാം ഭാഗം ഉണ്ടായിരുന്നു, പക്ഷെ അതൊരു വലിയ വിജയമാകാത്തത് കൊണ്ട് അത് സംഭവിക്കാതെ പോയി. ലൂസിഫർ ഒരു വലിയ വിജയമായതുകൊണ്ട് എമ്പുരാൻ സംഭവിച്ചു. എമ്പുരാൻ ഏതെങ്കിലും ഒരു കാരണം കൊണ്ട് ഒന്ന് ഡൗൺ ആവുകയാണെങ്കിൽ L3 കൺഫേം ആണോ എന്നാണ് എൻ്റെ ചോദ്യം. അത് വളരെ റെലവൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അത് ആസ് ഓഫ് നൗ കൺഫേംഡ് ആണെന്ന് എനിക്ക് പറയാൻ പറ്റും. കാരണം അതിനപ്പുറത്തേക്ക് നമുക്കൊന്നും പറയാൻ പറ്റില്ല. അതൊരു പാൻ ഇന്ത്യൻ തീമുള്ള കോണ്ടന്റ് ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു സിനിമയാണ്. എന്റർടൈൻമെന്റിന്റെ ആസ്പെക്ട്സ് ഉള്ളപ്പോഴും ലൂസിഫർ പോലെ തന്നെ കോണ്ടന്റ് ഡ്രിവൺ ആയിട്ടുള്ള ഒരു സിനിമയായിരിക്കും അത്. സോ അതിനൊരു തേർഡ് പാർട്ട് വന്നാലേ അതിനൊരു ഫുൾ കൺക്ലൂഷൻ വരും ആ ടെയിൽ. സോ ലെറ്റ്സ് ഹോപ്പ് ദാറ്റ് ദിസ് ഫിലിം ഡസ് വെൽ ആൻഡ് ദ തേർഡ് പാർട്ട് കംസ്. ആ ലൂസിഫർ സമയത്ത് ഇറങ്ങിയ ചിത്രത്തിൽ നമ്മൾ മഞ്ഞുമലയുടെ ഒരു ചെറിയ ടിപ്പ് മാത്രമാണ് കാണുന്നത്. അത് സിംഹഭാഗം കടലിനടിയിലാണ് പറയുന്നത് പോലെ. അപ്പോൾ ഒരു ലൂസിഫറിൽ നെമ്പുരാനിലേക്ക് വരുമ്പോൾ നമ്മൾ മാസ് എൻ്റർടൈനർ എന്ന് വിളിക്കുന്ന ജോണറുള്ള സിനിമകളിൽ ഇത്തരം വിഷയങ്ങൾ ഉൾക്കൊള്ളുന്നത് എത്രത്തോളം ചലഞ്ചിങ് ആണ്? എൻ്റെ അറ്റംപ്റ്റ് എപ്പോഴും ടു ബി സിൻസിയർ ടു മൈസെൽഫ് എന്നുള്ളത് മാത്രമാണ്. ഞാൻ എഴുതുന്ന ഏത് സിനിമയായാലും അതിൽ എൻ്റർടൈൻമെൻറ്റിൽ ഒരു കോംപ്രമൈസും വരുത്താതെ മെയിൻ സ്ട്രീമിൽ ഇറങ്ങണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ എൻ്റെ സിനിമകൾക്ക് അത് തരാൻ സാധിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ അത് കാഴ്ചക്കാരാണ് ഡിസൈഡ് ചെയ്യുന്നത്. ലൂസിഫർ കോണ്ടന്റ് ഡ്രിവൺ ആയിട്ടുള്ള ഒരു സിനിമയാണ്. ആ ഫ്രാഞ്ചൈസ്, ആ ട്രിലോജി അങ്ങനെയാണ്. ഓൾ ദ ക്യാരക്ടേഴ്സ് കോൺട്രിബ്യൂട്ട് ടു ദ ഫിലിം. ഇറ്റ്സ് നോട്ട് എ സിംഗിൾ ക്യാരക്ടർ ഫിലിം. അതിൽ ഒരുപാട് ലെയറിംഗ് ഉള്ളൊരു സിനിമയാണ്. അതൊരു കോൺഷ്യസ് ഡിസിഷൻ അല്ല, പക്ഷേ എന്റർടൈൻമെന്റ് കോംപ്രമൈസ് ചെയ്യാതെ കോണ്ടന്റ് ബേസ്ഡ് ആയിട്ടുള്ള സിനിമകൾ ഇറക്കണം മെയിൻ സ്ട്രീമിൽ എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. ഇപ്പോൾ രേഖ മേനൻ ലൂസിഫർ എന്ന പുസ്തകത്തിന്റെ പ്രകാശനം നിർവഹിക്കുന്നു.